പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എന്താണ് കമ്പോസ്റ്റിനെ പറ്റിയിട്ടാണ് കാണിക്കാൻ പോണത്. ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന അറിയാണ്ട് അതേപോലെ റിങ്ങിലിട്ട് വെച്ചിരിക്കുകയാണ്. നിറയെ കണ്ട അതിപ്പോൾ കോരിൻ്റെ ശേഷം ഇട്ടതാണ്. ഇത് പയറുവള്ളിയാണ് അത് ഇട്ട പയറുവള്ളി നല്ലതാണ്. ഇത് കാർബൺ കൂടുതലത്ര പയറുവള്ളിയിൽ. പാടത്തൊക്കെ പയറുണ്ടാക്കും പാടത്തിൻ്റെ വക്കത്ത്. എന്നിട്ട് എന്തിനാണ് അത് അതിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലതത്ര കാർബൺ കൂടുതലത്ര പയറുവള്ളിൻ്റെ വേരിലും ഇതിലൊക്കെ. അപ്പോൾ ഞാനതൊക്കെ അതിലേക്ക് ഇട്ടു. പിന്നെ ഓല ഉണ്ടല്ലോ, പിന്നെ ചൂലുണ്ടാക്കിയ ഓല, അതൊക്കെ ഓലയുടെ പച്ച ഓലയൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ അതിലേക്ക് ഇട്ടു. ഇത് കടയിൽ നിന്ന് കൊടുക്കുന്ന ഈ ടീ സ്റ്റാർട്ടറിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടാവില്ല, കടലാസും എല്ലാ വേസ്റ്റും കൊടുത്തിട്ട് അതാണ് ഇതിൽ. ഇത് കോരി എടുത്തതാണ്. ഞാനിപ്പോൾ പിന്നെ തൊടിപ്പണിക്ക് എടുത്തതിൻ്റെ ശേഷമുള്ള ഇടലാട്ടപ്പോൾ അത് ഇനി അടുത്ത കൊല്ലാകുമ്പോഴത്തേന് ഇത് 3 റിങ്ങിലും കമ്പോസ്റ്റായിട്ട് മാറും. വളപ്പ് പോയപ്പോൾ ഉണ്ട് വലിയൊരു മുരിങ്ങാക്കുമ്പോൾ പൊട്ടിക്കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്ത് അതിലത്തെ തളിരൊക്കെ എടുത്തിട്ട് ബാക്കി വലിയ ഇതൊക്കെ മൂത്തതൊക്കെ അല്ല അതൊക്കെ ഇതിൽ കൊടുത്തിട്ട് കിട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് കിട്ടിയാലും ഞാൻ റിങ്ങിൽ കൊടുന്നിട്ട് കിട്ടോ. ബക്കറ്റിലോ ചാക്കിലോ എന്തിനു വേണം ഉണ്ടാക്കി നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാനും അതുപോലെ ചെടികൾക്കും തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കാം വളമായിട്ട്. ഇതേപോലെ ചെയ്താൽ മതി. ഞാനിതിൽ മണ്ണീര് അല്ലെങ്കിൽ മണ്ണ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയതാണ്. ഇതായി കൊല്ലം ഞാൻ പറഞ്ഞില്ല തെങ്ങിലിട്ടു കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയത് 2 റിങ് നിറയെ ഉണ്ടായിരുന്നു. അത് മേടിച്ചിട്ടതാണ്. ഇതിപ്പോൾ കുറച്ച് നനവുണ്ട് മഴയത്ത് വെച്ച കാരണം. അല്ലെങ്കിൽ ഇപ്പോൾ അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ മൊത്തം തെങ്ങിലിട്ട് കൊടുത്തു. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞൊല്ലത്തെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് 2-3 ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് പൊടിയുള്ളത്. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചത്. മൊത്തം ഞാൻ എടുത്തു തെങ്ങിലേക്ക് ഇട്ടു. എന്നിട്ട് 2ാം പ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ 3 റിങ് ഇപ്പോൾ നിറയാനായിട്ടോ. ഞാൻ പുളിച്ച കഞ്ഞിവെള്ളമല്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒന്ന് നല്ല ഭദ്രമായിട്ട് അടച്ചിടണം, എന്നാലാണ് അത് പുഴുകിയിട്ട് അളിയുള്ളൂ. ഇതുവരെ മണമൊന്നും ഉണ്ടായിട്ടില്ല. അത്ര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ചിലർ പറഞ്ഞ് നല്ല മണം ഉണ്ടാവും, പക്ഷേ എനിക്ക് മണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. എല്ലാവരോടും ബായ്.